സുവിശേഷം പ്രസംഗിച്ചിടാം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ യേശുവിന് ടൈറ്റ് ഷെഡ്യൂളാണ്. നിന്ന് തിരിയാൻ സമയമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു. വലിയൊരു ജനക്കൂട്ടമുണ്ട്. അതിനിടയിലാണ് അത്ഭുതം ചെയ്തത്. ഇപ്പോഴാണ് ഫരിസേയർ അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവിടെ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാമെന്നൊക്കെ കരുതി പത്രോസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ യേശു വന്നെന്നറിയുമ്പോൾ അവിടെ വലിയ ജനക്കൂട്ടമാണ്. അവിടെയും അവൻ പഠിപ്പിച്ചു, കുറേ അത്ഭുതങ്ങൾ ചെയ്തു. പിന്നീട് അവിടെ നിന്ന് അല്പം മാറി വിജന സ്ഥലത്തേക്ക് പോയി. അവിടെയും ജനക്കൂട്ടം വരുന്നെന്നറിയുമ്പോൾ യേശു അടുത്ത പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിക്കും. നോക്കുമ്പോൾ അവിടെയും ജനക്കൂട്ടം വന്നു. അവിടെയും കുറേ അധികം പേര് വന്നു. അവിടെയും അവൻ പഠിപ്പിച്ചു. പിന്നീട് പേര് പോലും വെളിപ്പെടുത്താത്ത ഒരു വീട്ടിലേക്ക് അവൻ ചെന്നു. ആരും അറിയാതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പോയത്. നോക്കുമ്പോൾ അവിടെ മേൽക്കൂര പൊളിച്ചൊക്കെയാണ് യേശുവിനെ കാണാൻ ആളെത്തിയത്. അങ്ങനെ എവിടെ പോയാലും വലിയൊരു ജനക്കൂട്ടം അവിടെ പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്തു. ഇവിടെ എല്ലായിടത്തും ജനക്കൂട്ടം വരുമ്പോൾ യേശു ചെയ്ത ഒരേ ഒരു കാര്യമുണ്ട്. അത് പോകുന്നിടം അവൻ പുൽപ്പിറ്റാക്കി മാറ്റി. അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. എവിടെ നിൽക്കുന്നു അവിടെ പെട്ടെന്ന് അവന് വചനപീഠമാക്കി മാറ്റുന്നു. അവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു.